ഒരു നായയാണ് നമ്മുടെ ഏറ്റവും വലിയ സർവൈലൻസ് സിസ്റ്റം. ഒരു നായ കാണുന്നതും കേൾക്കുന്നതും അത് പ്രതികരിക്കുന്നതുമായ സ്പീഡിൽ ഒരു സർവൈലൻസ് സിസ്റ്റത്തിനും പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ അവരെ പുറത്താക്കിയിരിക്കുകയാണ്. ഗുഹകളിൽ ജീവിച്ചിരുന്ന സമയത്ത് നമ്മളെ സംരക്ഷിക്കാനും നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ പങ്കിട്ടതുമായ ഊൾഫിൽ നിന്ന് ഇവോൾവ് ചെയ്ത ഫിസിക്കലി ക്യാരക്ടറിസ്റ്റിക്കലി നാച്ചുറൽ റെവല്യൂഷൻ വന്നിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ വന്നൊരു ജീവിയാണിത്. കുറുനരിക്കും ചെന്നായ്ക്കും ഇടയിലുള്ള രൂപസാദൃശ്യമുള്ള കൂർത്ത ചെവി, ഷോർട്ടായിട്ടുള്ള സ്റ്റേച്ചർ, പിന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ഐസ്, വളരെ സ്മാർട്ടായിട്ട് ഓടാനും ചാടാനുമുള്ള കഴിവ്, പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രകൃതി വിക്ഷോഭങ്ങളെയും താങ്ങാനുള്ള കപ്പാസിറ്റി, ക്ലൈംബേഴ്സ്, ജമ്പേഴ്സ്, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ആഹാര രീതിക്ക്, നമ്മുടെ പ്രകൃതിക്ക് അനുസൃതമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കേണ്ട ഒരു നായയാണ്. തെരുവ് നായ്ക്കൾ എന്നൊരു വിഭാഗം ഇല്ല. തെരുവിൽ ആക്കപ്പെട്ട നായ്ക്കൾ മാത്രമേ ഉള്ളൂ. റെഗുലറായിട്ട് ഒരു നേരം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് ഈ തെരുവ് നായ പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ ഒരു 80% നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഫീഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത്. പക്ഷെ പലരും വിചാരിക്കുന്നത് എന്തോ കുറ്റവാളികളാണ് ഇവർ. പേരൂർക്കടയിൽ തന്നെ ഒരു ഗീത എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയാണ്, ഇപ്പോൾ ഒരു ലോട്ടറി കച്ചവടം ചെയ്യാണ്. ഞാൻ ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നാളെ അവർ നോക്കും. നാളെയും ഞാൻ ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർ മനുഷ്യരെ കടിക്കാണ്. ചോദിച്ച് വാങ്ങി കഴിക്കാൻ അവർക്ക് അറിയില്ല. അവരെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ അടിക്കാനും ഉപദ്രവിക്കാനേ ആൾക്കാരുള്ളൂ. ആരും സ്നേഹത്തോടെ അവർക്ക് പ്രശ്നം കൊടുക്കില്ല. അപ്പടി ഞാൻ അവർക്ക് ആ ജോലി ചെയ്ത് അവർക്ക് ഞാൻ ആഹാരം കൊടുക്കും. എത്ര രാത്രിയായിരുന്നാലും മഴയായിരുന്നാലും ഞാൻ വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ പോകും. അവരെന്നെ നോക്കി വെയിറ്റ് ചെയ്യും, ഇരിക്കും. ഭക്ഷണം കൊടുക്കാൻ ആടെ കൈ നീട്ടത്തില്ല. ഞാൻ ജോലിക്ക് പോകും. പിന്നെ ഈ കടയിലിരിക്കും, 12 മണിയിൽ ഇരിക്കുമ്പോൾ അവര് ശമ്പളം തരും, 300 തരും. പിന്നെ ഇപ്പൊ കുറെ കുട്ടിപ്പട്ടികളെ കണ്ടില്ലേ, അപ്പൊ ആ ഏരിയയിൽ കുറെ പട്ടികൾ, അവർക്ക് പാലും ബിസ്ക്കറ്റൊക്കെ. ഇവർക്ക് ഡോക്ടർമാരുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് ഇവരുടെ ഭക്ഷണത്തിനുള്ള പൈസ. ഇവർക്ക് അസുഖം വന്നാലും കൊണ്ടുപോകും, എന്ത് വന്നാലും അവരെ കൊണ്ടുപോകും. സ്വന്തം വീടില്ല, വാടക വീടാണ്. പലയിടത്തും ആൾക്കാർ എന്നെ പറ്റി മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്, കമ്മീഷണർ ഓഫീസിൽ എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ എവിടെ കിടക്കുന്നോ അവരെവിടെ കിടക്കും. ഞാൻ റോഡിൽ കിടന്ന റോഡിൽ കിടക്കും. എത്ര രാത്രി ഞാൻ പോയാലും എനിക്ക് കൂട്ടവരാ. എന്നെ ടേൺ വെച്ച് അവർ കൊണ്ടാക്കും. അപ്പൊ ആർക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ പോകണം അവിടെ എല്ലാവരും വരും.
ഞാൻ ഇവർക്ക് വെക്കുന്ന ഭക്ഷണത്തിന് ചോറെടുക്കും. അങ്ങനെ ചോറെടുത്തിട്ട് അച്ചാറുണ്ട്, അതിട്ട് കഴിക്കും. പിന്നെ ഡോക്ടർ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് അവർ ഭക്ഷണം, ഞാൻ ചിക്കനോ മട്ടനാണെന്ന് ഞാൻ കഴിക്കില്ല. അപ്പം അവർക്ക് എനിക്ക് തരുന്നതിന് ഇവർക്ക് ഞാൻ കൊണ്ടുവരും. പിന്നെ ഞാൻ കിടക്കുന്നിടത്ത് ഈ 18 പേരും എൻ്റെ അടുത്താണ് എങ്കിൽ അവർക്ക് കിടക്കാൻ ഇടയില്ല. എങ്കിലും ഞാൻ വെളിയിൽ കസാരയിട്ട് ഇരിക്കും. ആദ്യം അവർ ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ കിടക്കാം. ആ ഫീഡ് ചെയ്യുന്നത് വഴി ഉണ്ടായിട്ടുള്ള ഈ മനുഷ്യനും നായയും തമ്മിലുള്ള ഒരു ഡിസ്ഹാർമണി മാറിയിട്ട് അവർ വളരെ സന്തോഷത്തോടെ കിടക്കുന്നു. ഇവിടെ പണ്ടൊക്കെ മുരണ്ടോണ്ടിരുന്ന നായ ഇപ്പം ഒന്നും മിണ്ടുന്നില്ല. കാര്യം അവർക്കറിയാം ഭക്ഷണം വരും, വെള്ളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സ്വസ്ഥരായിട്ട് കഴിയുന്നു. ആ ഡിഫറൻസ് കാണുന്നുണ്ട്. നമ്മുടെ ഈ ഷെൽട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജീവിയും സത്യം പറഞ്ഞാൽ ഒരു വലിയ വലിയ നോവലുകളാണ്. കാര്യം ഇവരനുഭവിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അവരെന്തൊക്കെയായിരിക്കും അനുഭവിച്ച്. ഒരു നായ, അതിനെ 2 പേര് ബൈക്കിൽ വന്നിട്ട് ബൈക്കിൽ നിന്ന് ഒരാൾ 2 കാലം മറ്റേ പുറകിൽ ഇങ്ങനെ ഗേറ്റിൽ കൂടെ ഇങ്ങനെ വലിച്ചിങ്ങനെ എറിഞ്ഞു അകത്തോട്ട്, ഞങ്ങളുടെ ഷെൽട്ടറിനകത്തോട്ട്. അതിൻ്റെ മൂക്കിൽ നിന്ന് കണ്ണിൽ നിന്നും ചോര വന്നു. അത് ഞങ്ങൾ പൊന്നുപോലെ നോക്കിയിട്ടും അതിൻ്റെ ഡിപ്രഷൻ മാറിയില്ല. ഇറ്റ് റിയലി വെയിറ്റഡ് ഫോർ ഡേയ്സ് ആൻഡ് ഡേയ്സ് ഫോർ ദ ഓണർ. ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത ഓണർ വരും എന്നുള്ള പ്രതീക്ഷയിൽ അത് മരിച്ചുപോയി. I have to stop. Who is here? പോളിനയുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററിക്ക്, ഒരു സിനിമയ്ക്കുള്ള സാധനമാണ് അത് യഥാർത്ഥത്തിൽ. അവർ വർഷങ്ങൾക്ക് മുൻപ് സാധാരണ ഒരു ടൂറിസ്റ്റിനെ പോലെ വന്നത് അവർക്കല്ലേ. യോഗ പഠിക്കാനും കളരി പഠിക്കാനും ഒക്കെ വന്നൊരു ലേഡിയാണ്. അവർ വന്ന് നോക്കുമ്പോൾ ആരും ആഹാരം കൊടുക്കാതെ 100 കണക്കിന് ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞുങ്ങളും കൈയും കാലും ഒടിഞ്ഞ ജീവികളും ഒക്കെ വർക്കല ബീച്ചിൽ കിടക്കുകയാണ്. അന്ന് തുടങ്ങിയതാണ്. അവരിപ്പോൾ അവിടെ സെറ്റിൽഡായി. ഇപ്പോൾ അവർ അവിടെ ഒരു ഷെൽട്ടർ തുടങ്ങുന്നു. അവർ നേരിട്ട പോലെ സമൂഹത്തിൽ നിന്ന് ഇത്രമാത്രം പ്രതിരോധവും വളരെ വലിയ തോതിലുള്ള ആക്രമണവും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ലജ്ജ തോന്നണം. And this is the best friend ever. So they need one people and they will be very thankful. This is the most thankful creature in the world, dog. And of course they're clever. Smartest dog, I think. Maybe my first dog, Papa Porridge, why I'm here. I rescue one dog and I had no any friend who can help me with her. I had to go back my country and come back. 6 months she was in trouble. And later I rescue more and more. It just happened like this. Many dogs here. All my day the same. Duty, dogs. So it looks like 1 or 2 years, but it's now 14 years. So fast. When I start, stop. So I start with feeding. Before I fed about 200 dogs around Varkala. Now I absolutely have no chance to go over Kalat, 11 kilometers. And I have a lot of duties here.
And of course, focus of mass sterilization. This is more important. With friend, I sterilize now, by this time, more than 500 dogs. So I find doctor, I find sponsor, catch dog, find catcher, catch dogs, take care, vaccination, everything. So this is more important. Together we can change this situation. Unfortunately, municipality don't do that job, but if maybe they start and we can continue. If every people just start to feed dogs and be kind, because sometimes very difficult to catch dog for sterilization. They are so scared of people. If they just be kind, give some food. Of course, all dogs should be sterilization, vaccination and sterilization, and all situation change. Just stop poison, killing, just be a little bit kind. Maybe stop being cruel to dogs. Maybe it's enough for now. But I know for sure this is my destiny. All my life, until my end of my day, I cannot leave them. I will be here if, of course, Pharaoh didn't deport me. നമ്മൾ ഈ വൺ വിത്ത് നേച്ചറാണ്. നമ്മൾ ഈ നേച്ചറിനോട് അടുക്കാൻ മൃഗത്തിൽ കൂടിയാണ് ഏറ്റവും എളുപ്പം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്പിരിച്വൽ ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള നായ്ക്കളും പൂച്ചകളും ഒക്കെയാണ്. കാര്യം ദേ റിയലി ഓപ്പൺ എ ലോട്ട് ഓഫ് റയൽസ് ഇൻസൈഡ് യുവർ ഹാർട്ട്. ഇങ്ങനെ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇരിക്കവേ ഇവർ പോകണം. ഞാൻ മരിച്ചതിന് ശേഷം ഇവരെ നോക്കാൻ ആരും കാണില്ല. ഇവർ അനാഥയാണ്. ഇവർക്കാരും ഭക്ഷണം കൊടുക്കില്ല, ഇവരാരും അടുപ്പിക്കില്ല. എപ്പോഴും ഞാൻ അതാ ചിന്തിക്കും, എപ്പോഴും അതാ ആലോചിക്കുന്നു. ആരും നോക്കൂല ഇവരെ. എല്ലാരും എറിയാനും അടിക്കാനും നോക്കൂ. I don't know what next. I start my duty and I don't have time for be depressed because really hard job. Really hard duty. So, if people change, it could be real paradise here. In India, maybe real special country. But